മോദി ബി.ജെ.പി. രാഷ്ട്രീയത്തെ വളർത്തിയ നേതാവാണോ? അല്ല എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. നിങ്ങൾ ഞെട്ടിയോ? വസ്തുതാവിരുദ്ധമായ ഒരു പറച്ചിൽ എന്ന് തോന്നിയോ? തോന്നിയിട്ടുണ്ടാകും. അതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളും ഈ പറയുന്നത് ശരിയാണല്ലോ എന്ന് സമ്മതിച്ചു എന്ന് വരും. 2014 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നത്. അന്നത്തെ ആ മോദിയെപ്പറ്റി നമ്മൾ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബി.ജെ.പിയെ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ നേതാവ് എന്നല്ലേ? 2014 ബി.ജെ.പിക്ക് കിട്ടിയത് 282 സീറ്റാണ്. എൻ.ഡി.എക്ക് 336 സീറ്റും. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. ബി.ജെ.പിക്ക് 10 സീറ്റ് അധികം കിട്ടി. വേണമെങ്കിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ കാലം ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതാണ് ബി.ജെ.പിക്ക് വേണ്ടി മോദി നേടിക്കൊടുത്തത്. 2019 തുടർഭരണം നേടിക്കൊടുത്തതും മോദി തന്നെ. 303 സീറ്റ്. അപ്പോഴും ഒറ്റയ്ക്ക് ഭരിക്കാം. കഴിഞ്ഞ തവണത്തേക്കാൾ 21 സീറ്റ് കൂടുതലുമുണ്ട്. ഇപ്പോൾ മൂന്നാം ഊഴം ഉറപ്പിച്ചു നിൽക്കുന്നതും അതേ മോദി തന്നെ. ആ മോദിയെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? വാനോളം പുകഴ്ത്താതിരിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള മോദി ബി.ജെ.പി. രാഷ്ട്രീയം വളർത്തിയ നേതാവല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ന്യായമായ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. മോദിയുടെ കയ്യിലും താമര കിടന്നത് വാടിത്തന്നെയെന്ന് ഉറപ്പിക്കുന്ന കണ്ടെത്തലുകൾ ഓരോന്നായി നിരത്താൻ പോവുകയാണ് ഇവിടെ. രസകരമായ ആ അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1984 ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത് വെറും 2 സീറ്റ്. 1989 85 സീറ്റ്. 1991 120 സീറ്റ്. 1996 എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ 161 സീറ്റ്. 84 മുതൽ 96 വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് ബി.ജെ.പിക്ക് കാര്യമായ സീറ്റ് വളർച്ച ഉണ്ടായെങ്കിലും അത് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ കഴിയുന്ന നിലയിലുള്ളതായിരുന്നില്ല. ബാബറി മസ്ജിദ് തകർത്ത ശേഷവും അധികമായി കിട്ടിയത് വെറും 41 സീറ്റുകൾ മാത്രമാണ് എന്നോർക്കണം. അപ്പോൾ തീവ്ര ഹിന്ദുത്വയുടെ അങ്ങേയറ്റം പയറ്റിയപ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനോ അധികാരത്തിൽ വരാനോ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്ന് ചുരുക്കം. പിന്നെ എങ്ങനെയാണ് ബി.ജെ.പി 2014 19 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത്, അധികാരത്തിൽ വന്നത്? ബി.ജെ.പിയുടെ രാഷ്ട്രീയം വളർന്നതിനേക്കാൾ ബി.ജെ.പിക്ക് പുറത്ത് ബി.ജെ.പിക്ക് സഹായകരമായ രാഷ്ട്രീയം വളർന്നു എന്നതുകൊണ്ടാണ് മോദി കാലത്ത് ബി.ജെ.പിക്ക് അധികാരം പിടിക്കാനായത്. 2014 മോദി ബി.ജെ.പിയുടെ മുഖമായി വരുന്നുണ്ടെങ്കിലും ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് രാജ്യമെമ്പാടും അലയടിച്ചിരുന്നത്. അതിൻ്റെ മുഖ്യ പ്രതിപക്ഷമാകാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നുമില്ല. അന്നാ ഹസാരെ പ്രസ്ഥാനമായിരുന്നു രാജ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷം. അതിലേക്ക് വിലയം കൊള്ളുക വഴി ബി.ജെ.പി 77 മോഡൽ രാഷ്ട്രീയം മറ്റൊരു തരത്തിൽ ആവർത്തിച്ചു. ബി.ജെ.പിയുടെ ആദ്യ രൂപമായ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി 77 ജനതാ പാർട്ടിയിൽ ലയിച്ചാണ് അന്നത്തെ കോൺഗ്രസ് വിരുദ്ധ പ്രതിപക്ഷത്തിന്റെ ഭാഗമായത്. അതുപോലെ അന്നാ ഹസാരെ പ്രസ്ഥാനവുമായി അനൗദ്യോഗികമായി ലയിച്ചാണ് ബി.ജെ.പി ഇത്തവണ കോൺഗ്രസ് വിരുദ്ധതയുടെ നേട്ടം കൊയ്തത്. അന്നാ ഹസാരെ പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് പാർലമെന്ററി ലാഭം മുഴുവൻ ബി.ജെ.പി ഒറ്റയ്ക്ക് കൊയ്തെടുത്തു. ബി.ജെ.പി ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ അനൈക്യവും അന്ന് ബി.ജെ.പിയുടെ ഏകപക്ഷീയ മുന്നേറ്റത്തിന് വഴിവെച്ചു. അങ്ങനെ മോദി ഡൽഹിയിലെത്തി, പ്രധാനമന്ത്രിയായി. പാർലമെന്റിന്റെ ഉമ്മറപ്പടിവാതിലിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി തൻ്റെ ജീവിതത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പുതിയൊരു അധ്യായം തുറന്നു. അപ്പോൾ നമ്മൾ ചോദിക്കാൻ മറന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ശരി, അധികാരമൊക്കെ കിട്ടി, പക്ഷേ ബി.ജെ.പിയുടെ രാഷ്ട്രീയം വളർന്നു. 2019 മോദിക്ക് നേട്ടം കൊയ്യാൻ പുൽവാമയ്ക്ക് ശേഷമുള്ള ബാലാകോട്ട് മിന്നലാക്രമണം സഹായകമായി. പ്രതിപക്ഷത്തിന്റെ അനൈക്യം ഇത്തവണ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കടുത്തതായിരുന്നതും നേട്ടമായി. മോദി വീണ്ടും പ്രധാനമന്ത്രിയായി. അപ്പോഴും ചോദിക്കേണ്ടിയിരുന്ന ആ ചോദ്യം ഉയർന്നില്ല. ശരി, രണ്ടാമതും അധികാരമൊക്കെ കിട്ടി, പക്ഷേ ബി.ജെ.പിയുടെ രാഷ്ട്രീയം വളർന്നു. 2014 19 ഉയരാതിരുന്ന ആ ചോദ്യം 2024 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഉയരണ്ടേ? അതിൻ്റെ ഉത്തരം കണ്ടെത്തണ്ടേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
1999-2004 കാലത്തെ വാജ്പേയി ഭരണകാലം ഈ അന്വേഷണ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. 99-ൽ BJP കിട്ടിയത് 182 സീറ്റ്, NDAക്ക് 294. BJPയുടെ നേതൃത്വത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസ് ഇതര സർക്കാർ. അങ്ങനെയാണ് നാം വാജ്പേയി മന്ത്രിസഭയെ വിശേഷിപ്പിക്കാറ്. അവിടെ ശ്രദ്ധിക്കാതെ പോയ കാതലായൊരു ഘടകമുണ്ട്. കോൺഗ്രസ് ഇതര സർക്കാർ മാത്രമായിരുന്നില്ല അത്, BJP ഇതര സർക്കാർ കൂടിയായിരുന്നു അത്. BJP ഇല്ലാത്ത എന്ന അർത്ഥത്തിലല്ല, BJP മാത്രമല്ലാത്ത സർക്കാർ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാന ഘടകമായതുകൊണ്ട്. എങ്കിൽ എന്താണ് ആ പ്രധാന ഘടകം? പറയാം. കോൺഗ്രസിനെ നേരിടാൻ കോൺഗ്രസ് ഇതര മാത്രമല്ല BJP ഇതര രാഷ്ട്രീയത്തിന്റെ കൂടി കൂട്ടുവേണം എന്ന വാജ്പേയിയുടെ ബോധ്യമാണ് NDA രൂപീകരണത്തിലേക്ക് നയിച്ചത്. അവിടെ വാജ്പേയി തിരിച്ചറിഞ്ഞത് BJP രാഷ്ട്രീയത്തിന്റെ പരിമിതി കൂടിയാണ്. മോദി ഇനിയും അഡ്രസ്സ് ചെയ്യാത്ത പരിമിതി, അല്ലെങ്കിൽ സർവാധികാരിയായിരുന്നിട്ട് കൂടി മോദിക്കും പരിഹരിക്കാൻ കഴിയാഞ്ഞ പരിമിതി. വാജ്പേയിയുടെ കാലത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. മോദിയുടെ കാലത്ത് അത് കിട്ടുകയും ചെയ്തു. എന്നിട്ടും മോദിക്ക് പരിഹരിക്കാൻ കഴിയാഞ്ഞ ഏത് പ്രതിസന്ധി എന്ന് നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും. അതിലേക്ക് തന്നെയാണ് വരുന്നതും. BJP നേരിട്ട, ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജാതി രാഷ്ട്രീയം, ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഹിന്ദു എന്ന ഏകകത്തിലേക്ക് ഭൂരിപക്ഷ സമുദായത്തെ ഒന്നാകെ അണിനിരത്താൻ കഴിയാത്ത പരമമായ വെല്ലുവിളി. അത് വാജ്പേയി നേരിട്ടു, മോദി ഇന്ന് നേരിടുന്നു. രണ്ട് നേതാക്കളും രണ്ട് രീതിയിലാണെന്ന് മാത്രം. വാജ്പേയി കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചു. ഹിന്ദു ഭൂരിപക്ഷത്തെ ഒരു മനുഷ്യ ശരീരമായി കണ്ടാൽ അതിൻ്റെ മധ്യഭാഗം എന്നത് OBC വിഭാഗങ്ങളാണ്. പ്രശസ്ത രാഷ്ട്രീയ ചിന്തകയായ രാധിക ദേശായിയുടെ ഒരു പ്രയോഗം കടമെടുത്തു പറഞ്ഞാൽ ഫാറ്റ് OBC മിഡിൽ. OBCs ഫോം ദ ഫാറ്റ് മിഡിൽ ഓഫ് ഹിന്ദു ഇന്ത്യാസ് സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് രാധിക ദേശായിയുടെ വാചകം. എന്നുവെച്ചാൽ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷം OBC ആണെന്ന്. സവർണർക്കും ദളിതർക്കും ഇടയിലുള്ള ഭാഗം. BJPയെ സവർണ ഹിന്ദു പാർട്ടിയായാണ് എന്നും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ഹിന്ദു ജനസാമാന്യത്തിലെ ഭൂരിപക്ഷത്തെയും BJPയുടെ രാഷ്ട്രീയം പ്രതിനിധീകരിക്കുന്നില്ല എന്ന്. ഇപ്പോൾ OBCയിലേക്കും ദളിത് വിഭാഗങ്ങളിലേക്കും എത്താൻ BJP പണിപ്പെടുന്നതും അതുകൊണ്ടാണ്. എന്നാൽ മണ്ഡൽ പാർട്ടികളെ പോലെയല്ല BJP ആ വിഭാഗങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. മണ്ഡൽ ആ വിഭാഗങ്ങളെ ശാക്തീകരിക്കുകയാണ് ചെയ്തത്. BJP ആ രാഷ്ട്രീയ ശാക്തീകരണത്തിനെതിരാണ്. കാരണം BJP അടിസ്ഥാനപരമായി പ്രതിനിധീകരിക്കുന്നത് സവർണ രാഷ്ട്രീയമാണ്. സവർണ രാഷ്ട്രീയം ആ ശാക്തീകരണത്തിന് എതിരാണ്. ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നില്ല. പതുക്കെ പതുക്കെ പരിശോധിച്ച് വരാം. ഇപ്പോൾ ഇത്രയും എടുത്താൽ മതി. BJP രാഷ്ട്രീയം ഹിന്ദു ഭൂരിപക്ഷത്തെ ഉൾക്കൊള്ളുന്നതല്ല, എന്നാൽ അവരിലേക്ക് കടന്നു കയറാൻ നോക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് വാജ്പേയിയും മോദിയും അതിനവലംബിച്ച മാർഗങ്ങൾ ഇഴകീറി പരിശോധിക്കേണ്ടത്. വാജ്പേയി കാലത്ത് കേട്ട ഒരു വാചകം ഓർമ്മയുണ്ടോ? കോയലിഷൻ ധർമ്മ അഥവാ മുന്നണി മര്യാദ. BJP കഴിഞ്ഞാൽ NDAയിലെ ഏറ്റവും വലിയ കക്ഷി TDP ആയിരുന്നു, 29 സീറ്റ്. എന്നുവെച്ചാൽ BJPയെ കാല് തൊടിയിക്കാത്ത തെക്കേ ഇന്ത്യൻ പാർട്ടിയുടെ കനിവിൽ വേണം BJP മന്ത്രിസഭയ്ക്ക് നിലം പൊത്താതെ നോക്കാൻ. അത് കഴിഞ്ഞാലോ 21 സീറ്റുള്ള JDS. ബീഹാറിന്റെ മണ്ഡൽ രാഷ്ട്രീയമാണ് JDSലൂടെ BJP നേരിടേണ്ടത്. ശിവസേനയുടെ 15 സീറ്റാണ് BJPയുമായി അല്പമെങ്കിലും രാഷ്ട്രീയം പങ്കിടുന്ന സഖ്യകക്ഷി ശക്തി. പിന്നെ വരുന്ന 12 സീറ്റുള്ള DMK, 10 സീറ്റുള്ള അണ്ണാ DMK ഒക്കെ BJPയുടെ സവർണ രാഷ്ട്രീയത്തിന്റെ എതിർചേരിയാണ്. 8 സീറ്റുള്ള തൃണമൂൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ പോകുന്ന രാഷ്ട്രീയ സങ്കീർണതയെയാണ് വാജ്പേയി നയിച്ചതും കോയലിഷൻ ധർമ്മ എന്ന ഓമന പേരിട്ട് വിളിച്ചതും. OBCയിലേക്കും ദളിതിലേക്കും മറ്റ് കക്ഷികളിലൂടെ റീച്ച് ഔട്ട് ചെയ്യാനായിരുന്നു വാജ്പേയിയുടെ ശ്രമം. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് 1999-ലെ BJP നേതൃത്വത്തിലുള്ള സർക്കാർ എന്നത് കോൺഗ്രസ് ഇതരമായിരിക്കുന്ന പോലെ തന്നെ BJP ഇതര സർക്കാർ കൂടിയായിരുന്നു എന്ന്. 2004 ശേഷം വാജ്പേയി സർക്കാർ നിലംപൊത്തി. എല്ലാവരും പൊതുവെ പറയാറ് ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യം തിരിഞ്ഞുകൊത്തി എന്നാണ്. അതുകൂടാതെ അധികം ആരും പറയാത്ത 2 കാരണങ്ങൾ കൂടി അതിന് പിന്നിലുണ്ട്. ഒരു കാരണം മോദി തന്നെയാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? 2001 മുതൽ 2014 വരെ ഏതാണ്ട് ഒരു വ്യാഴവട്ടം ഗുജറാത്തിനെ അടക്കി ഭരിച്ച മോദി എങ്ങനെ വാജ്പേയി സർക്കാരിൻ്റെ അന്തകനാകും?
എന്നാൽ അത് സംഭവിച്ചു. 2002 ഗുജറാത്ത് കലാപം രക്തം കൊണ്ട് BJPയോട് പ്രതികാരം ചെയ്തില്ലെങ്കിലും സമ്മതിദാനാവകാശം കൊണ്ട് മറുപടി നൽകി. നമുക്ക് കണക്കുകൾ നോക്കാം. 2004 ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇനി പറയും വിധമാണ്. 26 സീറ്റിൽ BJPക്ക് 14, കോൺഗ്രസിന് 12. മോദിയും ഗുജറാത്ത് കലാപവും വരും മുൻപ് 99 നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടി നോക്കൂ. BJPക്ക് 20, കോൺഗ്രസിന് 6. മോദിയും കലാപവും വന്നു കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് പോലെ BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തട്ടകത്തിൽ ആ പാർട്ടിക്ക് കുറഞ്ഞത് ഒറ്റയടിക്ക് 6 സീറ്റ്, കോൺഗ്രസിന് കൂടിയത് ഒറ്റയടിക്ക് 6 സീറ്റ്. അതാണ് വാജ്പേയിക്കുള്ള മോദിയുടെ സമ്മാനം. ഗുജറാത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം ഗുജറാത്തിനകത്തും പുറത്തും വേട്ടയാടപ്പെട്ട ആ കാലത്ത് പിന്നെ എങ്ങനെ വാജ്പേയി തിളങ്ങും? രണ്ടാമത്തെ ഘടകം, എവിടെയാണോ വാജ്പേയി തുടങ്ങി വെച്ചത് അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് സന്നദ്ധമായതാണ്. അതായത് കൊയലിഷൻ ധർമ്മ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, കോൺഗ്രസിന്റെ മനസ്സിൽ അങ്ങനെയൊന്നില്ലായിരുന്നുവെന്ന്. 2004 UPA എന്നത് തെരഞ്ഞെടുപ്പാനന്തര സഖ്യമാണ്. UPA രൂപീകരണത്തിലൂടെ പ്രധാനപ്പെട്ടൊരു കാര്യം സംഭവിച്ചു. കോൺഗ്രസും OBC വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളുമായി ചേരാൻ നിർബന്ധിതമായി. BJP വിസമ്മതിച്ചു നിന്ന പോലെ കോൺഗ്രസും OBCയുമായി അകലം സൂക്ഷിച്ചിരുന്നു. കാരണം എന്താണെന്ന് ഏറ്റവും ലളിതമായി ഒറ്റവാചകത്തിൽ പറയാം. കാരവൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹർദോർ സിംഗ് ബാൽ ആണ് അത് പറഞ്ഞത്. ദ ടിറനി വിൽ ഗെറ്റ് വേഴ്സ് എന്ന പേരിൽ 2024 മെയ്യിലെ ഈ പുതിയ ലക്കത്തിൽ എഴുതിയ കവർ സ്റ്റോറിയിലാണ് ആ വാചകം. ദ കോൺഗ്രസ് ഈസ് ലാർജ്ലി ദ BJP വിതൗട്ട് ഹിന്ദുത്വ. അപ്പോൾ സഖ്യകക്ഷികളിലൂടെ വാജ്പേയിയുടെ BJPയും പിന്നീട് സോണിയയുടെ കോൺഗ്രസും OBC വിഭാഗങ്ങളെ കൂടി അംഗീകരിക്കുന്നു. അങ്ങനെ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് മോദി യുഗം തുടങ്ങുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? OBC ദളിത് വിഭാഗങ്ങളെ ചേർത്തു നിർത്താതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് മോദിക്കും അറിയാമായിരുന്നു. എന്നാൽ വാജ്പേയിയുടെ പാതയല്ല മോദി പിന്തുടർന്നത്. പിന്നെ ഏതു വഴിക്കാണ് മോദി നടന്നത്? താൻ OBC ആണെന്ന് മോദി ഉറക്കെ പറഞ്ഞത് നാം കേട്ടതാണ്. ഗോത്രവർഗക്കാരിയെ പ്രസിഡന്റാക്കിയെന്ന് മോദി പറഞ്ഞതും വെറുതെയല്ല. അപ്പോൾ ഒരു കോalition ധർമ്മവും ഇല്ലാതെ എന്താണ് മോദി സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത്? അതിൽ പരാജയപ്പെടുന്ന മോദിയെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടത്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആ കഥ പറയുന്നു അടുത്ത വീഡിയോയിൽ.